അങ്ങനെ മലയാറ്റൂർക്ക് കയറ്റം സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് മലയാറ്റൂർ മലയുടെ തുടക്കഭാഗം. രണ്ട് സൈഡിലും നല്ല കാടുകളാണ്. ഇന്നലെ ഇവിടെ മലയാറ്റൂർ മുകളിൽ ആന ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കയറ്റം ഇറക്കമൊക്കെ നിർത്തി വെച്ചിരുന്നു. അത്യാവശ്യം നല്ല രസമാണ് കാണാൻ. വഴി കയറുന്നതും അത്ര ഡിഫിക്കൽട്ടല്ല, എന്നാൽ പതുക്കെ കയറണമെങ്കിൽ ഭയങ്കര രസമാണ്. തിരിച്ച് ആളുകളൊക്കെ ഇറങ്ങി വരുന്നത് കാണാൻ കുറച്ചൊക്കെ. പിന്നെ ഇവിടെ ഒരു പായസം കൊടുക്കുന്നുണ്ട് ഇവർ, അരവണയൊക്കെ പോലെ തന്നെ. മാർത്തോമസിലെ ഞങ്ങൾക്ക് വേണ്ടി വിഷുവിന് നേർച്ച പായസം 60 രൂപ. ഇതിങ്ങനെ പതുക്കെ സിപ്പ് ചെയ്ത് നമ്മളങ്ങനെ കയറും. എൻ്റെ കൊച്ചു അന്നയുടെ ബർത്ത്ഡേ ആണ്, 7ാമത്തെ. അപ്പോൾ അതിനുവേണ്ടി നേർച്ച കൂടിയാണിത്. ഇവിടെ നേർച്ചയൊക്കെ എടുത്ത് ഉപവാസമൊക്കെ എടുത്ത് ആൾക്കാർ കയറി വരുന്നുണ്ട്, വിശ്വാസികൾ. അതിനും അവരുടെ കൂടെ പതുക്കെ ഇങ്ങോട്ട് കൂടാന്ന് വിചാരിച്ചു. അവരുടെ കൂടെ കയറാമെന്നൊക്കെ വിചാരിച്ചാണ്. ഒരു സൂപ്പർ ഫാസ്റ്റ് പോണ പോലെ പോകുന്നത്. അവർ കയറുന്നത് കണ്ടോ? കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ഇന്ന് പായസം കൊണ്ടാണെന്ന് അറിയില്ല. ഇതിനു മുമ്പ് മലയാറ്റൂർ മല കയറിയിട്ടുള്ളത് 2 പ്രാവശ്യമാണ്. ഒന്ന് 3ാം ക്ലാസ്സിൽ ചാലക്കുടിയിലായിരുന്ന സമയത്ത്, അതിൽ കഴിഞ്ഞിട്ട് ഞാൻ ബിടെക് പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. അത്ര ഈസി ഒന്നുമല്ല, കാണാൻ നല്ല രസമാണ്. പക്ഷേ സ്റ്റാർട്ട്. എനിക്ക് തീരെ വലിവില്ല, കാരണം താഴെ നേർച്ച ഭക്ഷണം ഉണ്ടായിരുന്നു. ഞാൻ 1 മണിയായിട്ടൂടെ എത്തിയത്. നേർച്ച ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ അത് കഴിച്ച് നോക്കി. കുറച്ചേ കഴിച്ചുള്ളൂ, അതുകൊണ്ടാണെന്നുകൊണ്ട് തീരെ നടക്കാൻ പറ്റുന്നില്ല. കിതയ്ക്കുന്നു. കുളം നടക്കുമ്പോൾ നല്ല രസമാണ്. കാഴ്ചകളൊക്കെ സൈഡിൽ 2 സൈഡിൽ റിസർവ് ഫോറസ്റ്റാണ്. ചിലപ്പോൾ ആനേനൊക്കെ കാണാം. വിചാരിക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല, അത്യാവശ്യം സ്റ്റീപ്പാണ്. വലിയ മരമൊക്കെ ഉണ്ട്. അതുപോലെ സോ ബ്യൂട്ടിഫുൾ. റെസ്റ്റ് എടുത്ത് പതുക്കെയൊക്കെ പോവാം. നല്ല വലിയ മരമൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. താഴേക്കുള്ള വ്യൂ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. അത്യാവശ്യം രസമാണ് കാണാൻ. ആൾക്കാർ കുട്ടികളൊക്കെ എടുത്ത് കയറുന്നുണ്ട്. കുറച്ച് നേരം ഇരുന്ന് ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കമ്പി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പിടിച്ച് കയറുന്നവർക്ക് കൈവരികളുണ്ട്. കുറച്ച് മരങ്ങളൊക്കെയാണ് നല്ല രസമാണ് കാണാൻ. കുറച്ച് നേരം കൈവരിയൊക്കെ പിടിച്ച് നടക്കാം. കൈവരികളുണ്ട്. എത്ര ഉണ്ടെന്ന് അറിയില്ല. കുറച്ചൊക്കെ നടന്ന് കയറി കഴിഞ്ഞപ്പോൾ ഏകദേശം അധികം ഉണ്ടാകുന്നതാണ്. 1ാം സ്ഥലമായിട്ടുള്ള ഞാൻ കുറേയൊക്കെ അങ്ങ് കയറി ഇവിടെ വെച്ചിരിക്കുകയാണ്. പക്ഷേ നോക്കുമ്പോൾ സ്ഥലം 3 ആയിട്ടുള്ളൂ. 1ാം സ്ഥലം ഫസ്റ്റ് ചെയ്യാം. മാർക്കറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് കുറേ സ്റ്റെപ്പുകൾ കാണുന്നുണ്ട് മുകളിലേക്ക്. കുറേ സ്റ്റെപ്പുകൾ, പൈപ്പുകൾ മുകളിലേക്കുള്ളത്. സമയമെടുത്ത് റെസ്റ്റ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഒരു ടൂർ പോകുന്നൊരു ഫീൽ കിട്ടും. പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിയിൽ 4ാം സ്ഥലം നമ്മൾ ക്രോസ് ചെയ്യണം. 4ാം സ്ഥലം കഴിഞ്ഞപ്പോൾ അതിലേ കയറണോ അതോ ഇപ്പുറത്ത് കൂടെ കയറണോ എന്നൊരു കൺഫ്യൂഷൻ. നമുക്ക് ചെറിയ വഴി കൂടെ കയറാം അല്ലേ? ഓക്കെ. ഇങ്ങനെ 5ാം സ്ഥലം ക്രോസ് ചെയ്തു. സംഭവം സെറ്റാണോ? അങ്ങനെ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവ്വം തന്നെ തുവാളിയെടുത്ത് രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. എന്നോട് പ്രവർത്തിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച് നോക്കി. ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. പ്രവാചകൻ വഴി ഞാൻ ചെയ്ത ഈ വാക്കുകൾ റിസർവ് ഫോറസ്റ്റ് തന്നെയാണ്. തിക്കാണ്. 5ാം സ്ഥലം കഴിഞ്ഞോടെ കുറച്ചും കൂടി സ്പീഡായി. പിന്നെ വലിയ ഷാർപ്പല്ല കാര്യങ്ങൾ. ഇപ്പോൾ 7ഉം 8ഉം സ്ഥലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ 9ാം സ്ഥലത്തെത്തി.
സ്ഥലത്ത് ഇങ്ങനെ ലോങ് ഒരു ഷോട്ട് കാണാം നമുക്ക്. അത് കയറാം. കഴിഞ്ഞ മഴയത്ത് വന്നുകൊണ്ടൊരു മരമൊക്കെ എടുക്കുന്നുണ്ട്. നല്ല കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല രസമാണ് ഇരിക്കാൻ. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലിറ്റർ ഫ്രീ ആണ്. പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും മൊത്തത്തിൽ എടുക്കണമെന്നില്ല. ആൾക്കാർ തന്നെ അതൊരു ശ്രദ്ധിക്കുന്നുണ്ട് ബാസ്ക്കറ്റിലൊക്കെ ഇടാനായിട്ട്. അത് വലിയൊരു പോസിറ്റീവാണ്. അങ്ങനെ 13ാം സ്ഥലത്തിന് മുമ്പായിട്ട് നമുക്കൊരു ഉപ്പ് സോഡ അടിക്കാം. ഉപ്പ് സോഡ അടിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് മണിയുള്ള പള്ളി ഇവിടെ നിന്ന് കാണാം. അങ്ങനെ ഇനി ലാസ്റ്റ് 14ാം സ്ഥലത്തേക്കുള്ള ലാസ്റ്റ് കയറ്റമാണ്. നമ്മൾ മുകളിലേക്ക് എത്താൻ പോവുകയാണ്. നല്ല രസമല്ലേ സംഭവം. ചൂടൊന്നുമില്ല, വെയിലൊന്നുമില്ല, നല്ല തണുപ്പാണ് ഉച്ചയ്ക്ക് പോലും. സോ ഇൻട്രസ്റ്റിംഗ്. ടിങ് 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 എൻ്റെ തന്നെ ടിങ് ടിങ് ടിങ്. അങ്ങനെ നമ്മൾ 14ാം സ്ഥലത്തിൻ്റെ മുകളിലെത്തി. ലാസ്റ്റ് പള്ളിയിലേക്കുള്ള സ്റ്റെപ്പുകളാണ് ഇവ. പട്ടിക്കുട്ടിയോടെ കിടന്ന് പ്രാർത്ഥന എത്തിക്കുന്നുണ്ട്. ആൾക്കാർ കൊണ്ടുവന്നിരിക്കുന്ന വലിയ കുരിശുകളൊക്കെ ഇവിടെ വെച്ച് പോയിട്ടുണ്ട്. അതുപോലെ വലിയ കുരിശുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഉണ്ട്. മുകളിൽ മാത്രം ഉണ്ടാകത്തിലേക്ക്. അങ്ങനെ കുരിശുപള്ളിയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. മുകളിൽ നിന്ന് നല്ല രസമുള്ള വ്യൂ ഉണ്ട്, നല്ല കാറ്റുണ്ട്. ഇപ്പോൾ കയറി വന്നതിൻ്റെ വേർപ്പൊക്കെ ആയിട്ട് നമ്മൾ കാറ്റ് കൊണ്ട് നല്ല രസമായിട്ടിരുന്ന് നല്ല ചില്ലാണ്. ഉച്ചയ്ക്ക് വന്നാലും സെറ്റാണ്. ഈ കാണുന്നതാണ് ആന കുത്തിയ പള്ളി എന്ന് പറയുന്നത്. പണ്ടത്തെ ചെറിയ കപ്പേളയാണ്. ബാക്കിൽ അപ്പുറത്ത് വലിയ പള്ളിയുണ്ട്. അതിൻ്റെ മുകളിലിരുന്ന് നല്ല രസം വ്യൂവും കിട്ടും. പഴയ പള്ളി, പഴയ കപ്പേളയാണത്. 15th സെഞ്ച്വറികളെന്ന് പറയുന്നത്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ താഴെ ഒരു ചെറിയ കിണറൊക്കെ ഉണ്ട്. ആൾക്കാർ അവിടെ നിന്ന് വെള്ളം കൊടുത്ത് കുടിക്കുന്നുണ്ട്. രസമുള്ള കാഴ്ചയാണ് അവിടെ. ഇതാണ് പാറയുടെ മുകളിലുള്ള മലയേറ്റത്തിലുള്ള ഏറ്റവും പഴയ കപ്പേള. 15th സെഞ്ച്വറികളിലാന്ന് പറഞ്ഞു. പണ്ട് ആന കുത്തിയ ബാക്കിൽ പാടമൊക്കെ ഉണ്ട്. രസമല്ലേ കൊച്ചു പോലെ കപ്പേള. ഇതാണ് മാത്രമേ കുരിശ് പള്ളിയുടെ മുകളിലുള്ളത്. ഇത് മലയാറ്റത്തിലത്തെ പുതുക്കിപ്പണിത പള്ളിയാണ്. പുതുക്കിപ്പണിതെന്ന് പറഞ്ഞാൽ 10-20 കൊല്ലമായ പള്ളിയാണ്. ഇതിൻ്റെ ബാക്കിൽ കപ്പേളയും കാണാം. കരയുടെ മുകളിലാണിത് നിൽക്കുന്നത്. ചുറ്റുപ്പുറത്ത് അതിൻ്റെ കുരിശ്. ഇറങ്ങനെ ശാന്തമായിട്ടുള്ളതാണ് മലയാറ്റൂർ മലയുടെ സൈഡിൽ കൂടെ. നല്ല രസമുള്ള വ്യൂ ആണത്. കയറാൻ മാത്രം നമ്മൾ വിചാരിക്കും കയറാൻ മാത്രം പണിയുള്ളൂ എന്ന്. പക്ഷെ ഇറങ്ങാൻ അതിലും പണിയാണ്. കാലിൻ്റെ അടപ്പിളക്കുന്നത് ഇറങ്ങാനാണ്. എൻ്റെ പൊന്നെ, ഒരു വടി ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങാൻ എളുപ്പമായിരുന്നു. എന്നാലും സൈഡിൽ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ കല്ലും മുള്ളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇറങ്ങാം. കൂൾ. ഇവിടെ എനിക്ക് വേണ്ടി ഇരിക്കാനായിട്ടൊരു മരം സ്പേസ് ഇട്ട പോലെ ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാം. വാനടക്കൂട്ടമുണ്ട് ഇവിടെ. വാനടക്കൂട്ടത്തിന് കാണാനൊക്കെ നല്ല രസമാണ്. നമ്മൾ വരും മലയാറ്റൂരും മലയുടെ കുരിശുമടി വരെ ഉണ്ടാവും. ഇതാണ് പക്ഷേ മലയാറ്റൂർ ഇടവപ്പള്ളി. ഇതാണ് മലയാറ്റൂർ ഇടവപ്പള്ളി പഴയ പള്ളി. നമുക്ക് നോക്കാം. പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമർത്യനെ,